ഇനി സിതാര മാഡം വിളിച്ചാലേ ആ കോള് നീ എടുക്കണ്ട, കേട്ടല്ലോ? അവര് തന്നെ മാറി മാറി വിളിച്ചോണ്ടിരിക്കുക. വീണ്ടും ചതിക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്തിയിട്ടുണ്ടാവും. അല്ലാതെ എന്തിനാ വിളിക്കുന്നേ? ഞാൻ എന്തായാലും എടുക്കാൻ പോവാ. ഹലോ ഹലോ മോളിക്കുട്ടി, സിതാരയാണോ? ഞാൻ കൃഷ്ണയെ വിളിച്ചിരുന്നു, അവള് ഫോൺ എടുക്കുന്നില്ല. കൃഷ്ണ മോളിക്കുട്ടിയുടെ അടുത്തുണ്ടോ? എന്തിനാ? ഗാഥമോളുടെ ജീവിതം വീണ്ടും വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കളരിക്കൽ വീട്ടിൽ എല്ലാവർക്കും അവളോട് വെറുപ്പ് തോന്നി തുടങ്ങി. അതുകൊണ്ട് കൃഷ്ണ കുറച്ചു ദിവസം അവിടെ പോയി നിന്നിട്ട് എല്ലാവരുടെയും മനസ്സൊന്ന് തണുപ്പിച്ചാലോ? അയ്യോ മാഡം, കൃഷ്ണ ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് ഗൾഫിലേക്ക് പോയല്ലോ. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞാ അവള് റഷ്യയിലേക്കോ മോസ്കോയിലേക്കോ എവിടേക്കോ പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ വലിയ ആൾക്കാരുടെ കാര്യം അങ്ങനെയൊക്കെയാണല്ലോ. അതുകൊണ്ടേ വിളിച്ചാ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. മോളിക്കുട്ടി, ഒരമ്മയുടെ വേദന എന്താന്ന് നിനക്ക് മനസ്സിലാവില്ല. നവീനെ നഷ്ടപ്പെട്ട ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് എന്റെ മോള്. എനിക്ക് അവളുടെ ജീവൻ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? അവളോടെ ചത്തോളാൻ പറ, അതാ നല്ലത്. സത്യത്തിലേ നിങ്ങളുടെ മോള് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. മോളിക്കുട്ടി, പരിഹസിക്കരുത്. കൃഷ്ണയുടെ കാല് പിടിച്ച് യാചിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവും എന്റെ മുന്നിലില്ല. ആ മാർഗവും കാത്ത് ഇനി സിതാര മാഡം ഇരിക്കണ്ട. ശാന്തി, എപ്പോഴും ഗാഥയെ രക്ഷിക്കണം, ഗാഥയെ രക്ഷിക്കണം. അത് മാത്രല്ലേ നിങ്ങളുടെ ആഗ്രഹം? അവളെ പോലെ തന്നെ നിങ്ങൾ പ്രസവിച്ചത് എന്റെ കൃഷ്ണയെ. അത് വിശ്വസിക്കുന്നില്ലാന്നും പറഞ്ഞ് തള്ളിക്കളയാൻ എളുപ്പമാ. നിങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് പകരമായിട്ട് അവളെ ചതിച്ചില്ലേ നിങ്ങള്? വിവാഹശേഷം മകളെ കൊണ്ട് വാക്ക് പറയിപ്പിച്ചിട്ട് അതിന് കുടുക്കിയില്ലേ എന്റെ മോളെ? ശാന്തി എന്തൊക്കെയാ പറയുന്നേ? അവനെന്താ കളിക്കുട്ടിയാണോ നമ്മുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ? വേറെ എന്ത് വേണമെന്നായിരുന്നു താൻ പറയുന്നേ? അവരുടെ ബന്ധം ശാശ്വതമായിരിക്കും തനിക്ക് തോന്നുന്നുണ്ടോ? വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. അവനൊരു ജീവിതം ഉണ്ടായോ? നിത്യേന വഴക്കും പ്രശ്നങ്ങളും അല്ലാതെ വേറെ എന്താണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ അതങ്ങ് തുടർന്നു പോകണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ഞാൻ മാത്രമല്ല, അമ്മയും. സുമിത്രേ, ചില കാര്യങ്ങൾ നമുക്ക് പതുക്കെ പതുക്കെ പറയാൻ പറ്റൂ. ചിലത് വെട്ടിമുറിച്ച് പറയാൻ പറ്റും. ഇക്കാര്യവും അങ്ങനെയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് ഞാനും നന്ദനും ഇത് തന്നെയാ സംസാരിച്ചോണ്ടിരുന്നത്. ഇത്രയും കാലം കാത്തു, ഇനി കാക്കാനാവില്ല. അമ്മേ, കഴിഞ്ഞ ദിവസം മദ്യപിച്ച് കിടന്ന അവസ്ഥയിലാ മാണിക്കുഞ്ഞ് അവനെയും കൊണ്ടുവന്നത്. നിന്റെ മോനെ വീണ്ടും അങ്ങനെ തന്നെ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നമുക്കങ്ങനെ പറയാൻ എളുപ്പം അമ്മേ. പക്ഷേ അവൻ അവളെ വല്ലാതെ സ്നേഹിച്ചു പോയിട്ടുണ്ട്. ചില സമയങ്ങളിലും അവൻ ഗാഥയോട് സംസാരിക്കുന്നതും ഗാഥ അവനോട് നല്ല രീതിയിൽ പെരുമാറുന്നതും ഒക്കെ നമ്മൾ കണ്ടതല്ലേ? ഈ ലോകത്തിൽ അവളെക്കാൾ നല്ലൊരു പെൺകുട്ടിയില്ലെന്ന് നമ്മൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞതല്ലേ? അപ്പൊ പിന്നെ അവന്റെ മനസ്സ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവൾ എന്തെങ്കിലും ഇതൊക്കെ തിരുത്തും എന്ന് കരുതിയ ഞാനും കാത്തിരിക്കുന്നത്. ശരിയാണ്. വല്ലപ്പോഴും ഒക്കെ നവീനോട് അവള് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. നവീനോട് മാത്രമല്ല, നമ്മളോടും. അതിന് അതിന്റേതായ കാരണങ്ങളുണ്ട്. നമ്മുടെ മുമ്പിൽ ഇപ്പോ ഒരു ചോദ്യമുള്ളൂ. ഇത്തരത്തിലൊരുത്തിയായി നവീന്റെ ബന്ധം തുടർന്നു പോകണോ? അവന്റെ ജീവിതം നശിപ്പിക്കണോ? ആ ചോദ്യത്തിന് താനെന്ത് മറുപടിയാ പറയാ? അവൻ അങ്ങനെ തന്നെ നടന്നോട്ടെന്നോ? വേണമെങ്കിൽ പോയി കുടിച്ച് നശിച്ചോട്ടെന്നോ? നന്ദിട്ടാ, അങ്ങനെ ചോദിച്ച് എന്റെ മനസ്സിൽ ചിന്താക്കുഴപ്പം ഉണ്ടാക്കാതെ. എനിക്ക് അവന്റെ മുഖം വാടുന്നത് കാണാൻ ഇഷ്ടമല്ല. സുമിത്രേ,
നമ്മൾ കുറച്ച് പാടുപെടേണ്ടി വരും. തളർന്നു പോകുന്ന അവനെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടില്ലേ? അവന്റെ ഭാര്യ, അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങള്, അവരെ നമ്മൾ താലോലിക്കുന്നത്, അങ്ങനെയൊക്കെ. അതൊക്കെ നടക്കണ്ടോ? അവന് ഒരു കുറവുമില്ലാന്ന് നമുക്ക് സമാധാനം കിട്ടണ്ടേ? സുമിത്രേ, ഇക്കാര്യത്തിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ നിനക്കായിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വിവരം കിട്ടും മാഡം. ലക്ഷ്യം പിടിക്കാത്തൊരുത്തനെ കിട്ടിയല്ലേ പറ്റൂ. വേണം. ഹലോ, ആണോ? ആളെ കിട്ടിയോ? എപ്പോ? ഓ, അത് ശരി ശരി ശരി. ആ ആ ഓക്കെ, ശരി. നീ ഫോൺ വെച്ചേക്ക്. ഓക്കെ. കവലേന്ന് വേണം. കൃഷ്ണ ലോട്ടറി കട തുറന്ന് കച്ചവടം തുടങ്ങിയിരിക്കുന്നു. അവളുടെ ചങ്കൂറ്റത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ മൂർത്തി? വേറെ ആർക്കെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്ര ധൈര്യം കാണുമായിരുന്നു. ഇവിടെ ലോട്ടറി കട അവള് വീണ്ടും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളെ നേരിടാൻ അവള് തയ്യാറായിരിക്കുന്നു എന്നാ. ഒരു നിമിഷം വിട്ടുകൊടുത്ത നമ്മൾ തന്നെ നമ്മുടെ കുഴി തോണ്ടേണ്ടി വരും. ഞാനിപ്പോ തന്നെ നമ്മുടെ ആളുകളെയും കൂട്ടി അങ്ങോട്ട് പോവാം. അനിയൻ സാറിന്റെ കടയല്ലേ? അനിയൻ സാറിന്റെ കടയെന്ന് പറഞ്ഞ മാഡത്തിന്റെ സ്വത്തല്ലേ? അതിലങ്ങനെ ആരെങ്കിലും കയറി ഭരിക്കണം. ആളുകൾ കൂടുന്നുള്ള കാര്യം ഉറപ്പാ.